എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ 10+2 എൻട്രി സ്കീം റിക്രൂട്ട്മെൻറ്റ് റിലീസായിട്ടുണ്ട്. അപേക്ഷ തുടങ്ങിയിട്ടില്ല. ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് ജൂലൈ 6 മുതൽ 20 ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ നേവിയിലേക്കാണ് അവസരം വരുന്നത്. അപ്പോൾ നല്ലൊരു അവസരമാണ്. എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ച് 40 വേക്കൻസിയാണ്. ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 2 ജൂലൈ 2005 1 ജനുവരി 2006 ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. എലിജിബിലിറ്റി കാണാം. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക. +2 അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 70% അഗ്രിഗേറ്റ് മാർക്ക് വേണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ 70%വും 50% ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടായാൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷ അയക്കേണ്ടത് ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് JEE മെയിൻസ് എക്സാം നിങ്ങൾ എഴുതിയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. JEE മെയിൻസ് എക്സാം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവണം. മെഡിക്കൽ സ്റ്റാൻഡേർഡൊക്കെ നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു SSB ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. പിന്നെ മെറിറ്റ് ഇടും. ഫിസിക്കൽ ടെസ്റ്റും എക്സാമും വരുന്നില്ല. ഒരു SSB ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നിങ്ങളെ നടത്തുക. അപ്പോൾ കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ചാൻസ് തന്നെയാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യൻ നാവികസേനയുടെ വെബ്സൈറ്റ് വഴിയാണ്. അപേക്ഷ തുടങ്ങിയിട്ടില്ല. ഷോർട്ട് നോട്ടീസാണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഇപ്പോൾ റിലീസാക്കിയിട്ടുള്ളത്. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ കറക്റ്റായിട്ട് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. മൊത്തം 40 വേക്കൻസിയിലേക്ക് ഇന്ത്യൻ നേവി വിളിക്കാൻ പോകുന്ന 10+2 BTech കേഡറ്റ് എൻട്രി സ്കീം പെർമനൻറ്റ് കമ്മീഷൻ വഴിയാണ് നിങ്ങൾക്ക് അവസരം വരുന്നത്. ആപ്ലിക്കേഷൻ ജൂലൈ 6 തുടങ്ങും. ജൂലൈ 6 കറക്റ്റ് നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ എത്തിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.